അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു നാടൻ മാങ്ങ അച്ചാറാണ്. അപ്പോൾ അത് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചധികം കടുക് ഇടണം കേട്ടോ. അതായത് കുറച്ചധികം കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു 2-3 ടീസ്പൂണ് ഉലുവയുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ് ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കാം. അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ മാറി നല്ല മൂത്ത് വരട്ടെ. അപ്പം അത് നന്നായിട്ട് മൂക്കട്ടെ. ഞാൻ 2-3 ദിവസം മാങ്ങ ഉപ്പും മുളകും നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോഴത്തേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൊണ്ട് അധികം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതിൻ്റെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ മുളക് പൊടി ഇട്ടേക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാ എന്നിട്ട് ഈ പൊടികളുടെ കുത്തുമണം അങ്ങോട്ട് മാറിയിട്ടില്ല. നന്നായിട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചേക്കണ മാങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് ഊർന്ന് വരും. ചെറുതീയിലിട്ട് നമ്മൾ ഈ മാങ്ങ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ച് കൊടുക്കണം. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊക്കെ ഊർന്ന് വരട്ടെ. അപ്പം നമ്മുടെ അച്ചാർ 2-3 മിനിറ്റ് വെച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കായ പൗഡർ ഇടാം. അതുപോലെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ്. പഞ്ചസാര ഒരു 3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അധികമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായി അച്ചാർ. ഒരു 2-3 ദിവസം ഇരുന്നിട്ട് ഈ അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. പഞ്ചസാരയുടെ മധുരമൊന്നും കാണിക്കൊന്നുമില്ല.
അപ്പോൾ ശരിക്കും ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരും. അപ്പം നമുക്ക് ഇനി ഒഴിക്കാനുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി നമുക്ക് ഒരു ചെറിയൊരു ഗ്ലാസ്സിന് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ഒഴിക്കാം. അപ്പോൾ അതിന് വിനാഗിരിയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. പക്ഷെ ഇത് ഒരു ചില്ലിൻ്റെ എയർ കണ്ടെയ്നറുള്ള ബൗളിലിട്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ, അത് വേറെ ഒരു ഒരു കളറോ ഒന്നും ചേർക്കാത്ത തനി നാടൻ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. താങ്ക് യു.